എന്റെ തിരുമാന്താംകുന്നിലമ്മേ, ഇതൊന്നും അറിയാതെ എന്റെ കുട്ടി എത്ര പ്രാഗിരിക്കണോ ഞാൻ. ഈശ്വരന്റെ മുന്നിൽ ജാതിയും മതമൊന്നുമില്ല, മനുഷ്യനേ ഉള്ളൂ. ഇനിയാവത് വാശിയും വൈരാഗ്യമൊക്കെ അവസാനിപ്പിച്ച് അത് നിങ്ങളെ അനുഗ്രഹിക്കാ വേണ്ടത്. എനിക്കപ്പോഴേ തോന്നി ഒന്നുമില്ലാതെ നജീബിക്ക് അങ്ങനെയൊന്നും ചെയ്യില്ലാന്ന്. എന്നാൽ അപ്പോഴേ നീ പറയണ്ടേ നിന്റെ ഏട്ടനോട്? അത് പിന്നെ എന്താ ഒരു ഗൂഢാലോചന, ഒരു ചർച്ച? അച്ചു, നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യം. നജീബ് ആതിരയെ അവന്റെയോ അവളുടെയോ കാര്യം ഈ വീട്ടിനകത്ത് കേട്ടു പോകരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മയോട്? പുകഞ്ഞ കൊള്ളി പുറത്ത്, അത്ര തന്നെ. അതെങ്ങനെയാ പുകഞ്ഞേന്ന് നീ അന്വേഷിച്ചിട്ടുണ്ടോ? എനിക്ക് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല അമ്മാവ. മുഖത്തായ കരി തേച്ചിട്ടും കുളിച്ചിട്ടും പോണില്ല. ഇതാ ഇപ്പോഴത്തെ പ്രകൃതം, മൂക്കത്ത ശുണ്ടി. ഓപ്പോള് വിഷമിക്കണ്ട, അതൊക്കെ പറയേണ്ട വിധത്തിൽ പറഞ്ഞ് ഞാൻ അവനെ സമ്മതിപ്പിച്ചോളാം. ആ PM എന്ന് പറഞ്ഞവനെ ഇത്തിരി പൂജാസാധനങ്ങൾ വാങ്ങാൻ വിട്ടിട്ടുണ്ടായിരുന്നു. അവൻ എല്ലി പോയിതറേ. നിന്റെ മിക്സിംഗ് കറക്റ്റ് ആണെന്ന് നോക്കിയേ. അപ്പൊ നീ എന്റെ മിക്സി പഠിച്ചു അല്ലേ? എന്ത് കാര്യം ഒറ്റത്തവണ കണ്ടാ മതി ഈ PM-ന്. നീ റൊമ്പ ഗട്ടിക്കാരൻ. ഞാൻ കെട്ടിട്ടൊന്നുമില്ല. എടാ, ഗട്ടിക്കാരൻ എന്ന് പറഞ്ഞ സാമർത്ഥ്യക്കാരൻ എന്നർത്ഥം. ഓ, ആ ഗട്ടിക്കാരൻ. അപ്പൊ നമ്മ പറഞ്ഞു നിർത്തിയതെങ്കേ നാഗർകോവിൽ തെലുങ്ക് പടത്തിന്റെ ഷൂട്ടിംഗ്. കോവിൽ ഏതോ കല്യാണം കാണുന്ന ഹീറോയും ഹീറോയിനും. കറക്റ്റ്. ഹീറോയും ഹീറോയിനും റെഡി. അവര് കാണുന്ന കല്യാണത്തിനുള്ള പെണ്ണും റെഡി. പക്ഷെ ചെറുക്കനായിട്ട് അഭിനയിക്കാൻ കൊണ്ടുവന്നവനെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഡയറക്ടർ കോദാണ്ഡരാമറെഡ്ഡി എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ബാലാജി, നീ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിക്കുന്ന ഒരു ഓർഡർ. അന്ന് ഞാൻ ഇതുപോലെ ഒന്നുമല്ല, ഇതിലും പൂസായിരുന്ന സ്മാർട്ടായിരുന്നു. ശിവാജി ഗണേശനില്ലേ, അതുപോലെ. പിന്നെ ഒന്നും നോക്കിയില്ല, കേറി നിന്ന് താലി കെട്ടി ഫസ്റ്റ് ടേക്ക് ഓക്കെ. ഷൂട്ടിംഗ് കഴിഞ്ഞ് ഞാൻ പുറപ്പെടാൻ ഒരുങ്ങുമ്പോ ദേവരനു. ആര്? ഞാൻ താലി കെട്ടിയ പെണ്ണിന്റെ ചേട്ടൻ രാമകൃഷ്ണനും നാട്ടുകാരും. എന്തിന്? കെട്ടിയ പെണ്ണിനെ ഇവിടെ ഇട്ടുകൊണ്ട് പോയാ കൈയും കാലും വെട്ടുന്നു പറഞ്ഞ് എന്റെ ക്യാമറയും ബാഗും അവര് പിടിച്ചെടുത്തു. അപ്പൊ ആ പെണ്ണ് നടിയായിരുന്നില്ലേ? ഷൂട്ടിംഗ് കാണാൻ വന്ന ആ പെണ്ണിനോട് എന്തൊക്കെയോ പറഞ്ഞ് വേഷം കിട്ടിച്ചത് ആ പ്രൊഡക്ഷൻ മാനേജർ തെണ്ടി. എന്നിട്ട് എന്താ, ശാന്തി മുഹൂർത്തം കഴിഞ്ഞ് ഞാൻ നാടുവിട്ടു. ശാന്തി മുഹൂർത്തോ? ഫസ്റ്റ് നൈറ്റിംഗ്. പിന്നെന്തിനാ അവിടുന്ന് പോന്നത്? അവിടെ തന്നെ കൂടായിരുന്നില്ലേ? അതെങ്ങനെയാ? അന്ന് എനിക്ക് നാട്ടിലൊരു ഭയങ്കര പ്രേമുണ്ടായിരുന്നു. എന്നിട്ട് അവരെന്ത് കെട്ടാഞ്ഞത്? സിനിമാക്കാരന് പെണ്ണ് കൊടുക്കില്ല എന്ന് പറഞ്ഞ് അവളുടെ തന്ത വേറൊരുത്തനെ കൊണ്ട് അവളെ കെട്ടിച്ചു. എന്നാ പിന്നെ തിരിച്ച് നാഗർകോവിലേക്ക് പോകായിരുന്നില്ലേ? ചെന്നാൽ അവരെന്റെ കൈയും കാലും തല്ലി ഒടിച്ച് അവിടെ ഇടും. പിന്നെ ഒരിക്കലും അവരെ കണ്ടിട്ടേ ഇല്ല? ഒരുപാട് സ്ഥലത്ത് ഞാൻ അവരെ അന്വേഷിച്ചു, പിന്നെ ഞാൻ അവരെ കണ്ടിട്ടില്ല. അന്ന് മുതൽ ഈ ക്യാമറയും തൂക്കി അലയാൻ തുടങ്ങിയതാ അശ്വത്ഥമാവിനെ പോലെ. ഓ, ഫ്ലാഷ് ബാക്ക് ആയിരിക്കും. അതേടാ, നീ ഇരിക്കേ. വേണ്ട, ഞാനൊരു 1000 തവണ കേട്ട് ബോറടിച്ചതായി കഥ. 1000 അല്ല, 10,000 തവണ കേക്കണം. എന്നാലേ ഭാര്യയും കുട്ടികളും കുടുംബവും ഇല്ലാണ്ടായാൽ എന്താന്നുള്ള നൊമ്പരം അറിയൂ. എന്ത് നൊമ്പരം? വീണടം വിഷ്ണു ലോകമെന്നും പറഞ്ഞ് പറന്ന് നടന്നൂടെ? സുഖല്ലേ? സുഖം പുറത്ത് നിൽക്കണവർക്ക് അങ്ങനെ തോന്നും, പക്ഷേ ഉള്ളിലെരിയണ തീ ആരും കാണില്ല. അതുകൊണ്ടാ പറയണേ, ഈ ബാലമാമയുടെ ഗതി നിനക്കുണ്ടാവരുത്. നിനക്കെന്നല്ല, ആർക്കുണ്ടാവരുത്. ഞാനൊരു സത്യം പറയാം, വെള്ളടിച്ചിട്ട് പറയാണെന്ന് വിചാരിക്കരുത്. അമ്മാവൻ പറയും. നജീബ് നമ്മുടെ ആതിരക്കുട്ടിയെ. വേണ്ട, അതൊഴിച്ച് അമ്മാവന് വേറെ വല്ലതും പറയാനുണ്ടോ? ഇതൊഴിക്കട്ടെ. ഒഴിക്കടാ. ഇവനോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടേ ഇവനെ ഞാൻ വിടും. ഒഴുക്കി. വെള്ളമൊന്നും വേണ്ട. ആരാ ഈ നേരത്ത്? പൈലിപ്പിള്ളയും അയാളുടെ ഗുണ്ടകളുവാ. ആരാ പൈലിപ്പിള്ള? ചിട്ടിക്കമ്പനി മുതലാളിയാ. പിന്നെ കൊട്ടേഷൻ കൊടുക്കും. കൊട്ടേഷനാ? ആരുടെങ്കിലും കയ്യും കാലും തല്ലി ഓടിക്കണ, വണ്ടി കയറ്റി കൊല്ലണ, ഇവന്മാരെ ഏൽപ്പിച്ചാ മതി. ഓരോന്നിനും പ്രത്യേകം റേറ്റാ. അതെ, അങ്ങനെ അങ്ങ് ഏറ്റാ മതി. അച്യുതൻകുട്ടി പറഞ്ഞാ പിന്നെ പൈലിപ്പള്ളിക്ക് പിന്നെ എന്നതാ, അതങ്ങ് അനുസരിച്ചിരിക്കും അക്ഷരം പ്രതി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വണ്ടി കയറാ. ഈ പൈലിപ്പള്ളി ആയിട്ട് അച്ചൂട്ടിക്ക് എന്താ ഇടപാട്? നജീബിന്റെ കയ്യോ കാലോ തല്ലി ഓടിക്കാൻ കൊട്ടേഷൻ കൊടുത്തായിരിക്കും. എന്റെ പരദൈവങ്ങളെ, ഇവന്റെ പകയൊന്ന് അടങ്ങാൻ എന്തെങ്കിലും വഴി കാണിച്ചു തരണേ. മതി. രാവിലെ ആരാണോ?
എന്തെങ്കിലും ഒന്ന് തിന്നാൻ നേരത്ത് ഏതെങ്കിലും പിശാചുകൾ കയറി വരും. അയ്യോ അമ്മാവനല്ല പറഞ്ഞത്, പുറത്ത്. മിസ്റ്റർ അച്യുതൻ കുട്ടിയില്ലേ? ആ ഉണ്ട്, വിളിക്കാം. അച്ചു, ആരാ? ഞങ്ങള് ഒരു വെഡിങ് ഇവന്റിന്റെ കാര്യം സംസാരിക്കാൻ വന്നതാ. കുടിക്കാൻ அது வந்து ഒന്നും വേണ്ട, ஷோ, ஆமா இப்ப കഴിച്ചതേ ഉള്ളൂ, അല്ല കുടിച്ചതേ ഉള്ളൂ. അങ്ങോട്ട് ഉം. നിങ്ങൾ കല്യാണ പെണ്ണിന്റെ ആൾക്കാരോ അതോ? അയ്യോ അച്ചുവേട്ടന് മനസ്സിലായില്ലേ? ഇതാണ് കുരച്ചന്റെ ടെക്സ്റ്റൈലിലെ പുതിയ മാനേജർ ജാക്കറ്റ് കോശി. ജാക്കറ്റ് കോശിയല്ല, ജേക്കബ് കോശി. അപ്പൊ പേര് മാറ്റിയാ? ഞാൻ കാഞ്ചിനാഥൻ, കാഞ്ചി എന്ന് വിളിക്കും. കാഞ്ചി വിളിക്കലല്ല, കാഞ്ചി വലിക്കലല്ലേ? കാഞ്ചീപുരം മീനാക്ഷി സിൽക്സിന്റെ മാനേജറാ. മീനാക്ഷിയുടെയാ കല്യാണം. ഏത് മീനാക്ഷി? മീനാക്ഷി സിൽക്സിന്റെ ഒരേ ഒരു വാരിശ്. ആര്? വാർണിഷ? വാർണിഷ് അല്ല, വാരിശ് എന്ന് പറഞ്ഞ അവകാശി, മനസ്സിലായോ? ആ. അതുകൊണ്ട് മുതലിയാരയ്യാവുക്ക് ഒരേ നിർബന്ധം. കാഞ്ചീപുരത്ത് ഇതുവരെ ആരും കാണാത്ത അപ്പൊ കല്യാണം. കല്യാണത്തിന് ആരും കാണില്ലേ? അതല്ല, ഇതുവരെ നടക്കാത്ത ഒരു കല്യാണം. അപ്പൊ ഈ കല്യാണം നടക്കില്ലേ? കല്യാണം ഗംഭീരമാക്കണം എന്നാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത്. അങ്ങനെ പറ. അതായത് മീനാക്ഷി ബംഗ്ലാവും ബംഗ്ലാവ് മുതൽ കല്യാണ മണ്ഡപം വരെയുള്ള റോഡും കല്യാണ മണ്ഡപവും ഒക്കെ അലങ്കരിച്ച് ദേവലോകം പോലെ ആക്കണം. ആന, കുതിര, ചെണ്ടമേളം, പുലികളി, കഥകളി, താലപ്പൊലി, തിരുവാതിര എല്ലാം വേണം. ആ പിന്നെ മുതലിയാരയ്യാവുക്ക് വിദ്യാഭ്യാസം ரொம்ப കമ്മി. അതിനാലെ കല്യാണം കൂടാൻ വരുന്നവർ കേൾക്കാൻ പാകത്തില് ഇംഗ്ലീഷ് പേശി ബന്ധുക്കളെ പോലെ നിൽക്കാൻ കുറച്ചുപേരെ കരുതിയേക്കണം. മുതലിയാരയ്യാവുടെ മൂത്ത പെണ്ടാട്ടി വിശാലാക്ഷി അമ്മാവുടെ ഐഡിയ. മൊയിലിയാരാ? മൊയിലിയാരല്ല, മുതലിയാര്. ആയിക്കോട്ടെ. അങ്ങേരുടെ ഏത് പെണ്ടാട്ടിയിലാണ് കല്യാണ പെണ്ണ്? അയ്യോ, മുതലിയാര് മീനാക്ഷിയുടെ ഒരേ ഒരു അമ്മാവനാ. പുള്ളിക്കാരന്റെ മൂത്ത പൊണ്ടാട്ടിയിലെ മകൻ ശരവണനാണ് മാപ്പിളை, മുറമാപ്പിളை. രണ്ടാമത്തെ പൊണ്ടാട്ടിയിലുള്ള പെങ്കൊച്ചു മരതകം +2 ആയിട്ടേ ഉള്ളൂ. ഈ വിവരങ്ങളൊക്കെ എന്നോട് വിളിച്ചു പറഞ്ഞപ്പോ പറ്റിയ പാർട്ടി ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, +2 പെണ്ണിനെ കണ്ടിട്ട് ഇവിടെ ആരുമില്ല. അയ്യോ, പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിട്ടല്ല, ഈവന്റ് നടത്തുന്നത് ഏൽപ്പിക്കാൻ. കഴിഞ്ഞ തവണ കാഞ്ചീപുരം പട്ടിന്റെ ലോഞ്ച് നിങ്ങൾ നജീബിനല്ലേ കൊടുത്തത്? ഇതും അയാളെ തന്നെ ഏൽപ്പിച്ചാൽ മതി. സോറി മിസ്റ്റർ അച്യുതൻ കുട്ടി, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് പറ്റിയതാണ്. ഞങ്ങൾ അവിടെ പോയിരുന്നു. ഇത്രയും വലിയ തുകയ്ക്കുള്ള പരിപാടി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഒന്നുകിൽ മീനാക്ഷി ബംഗ്ലാവും റോഡും, അല്ലെങ്കിൽ കല്യാണ മണ്ഡപവും റോഡും, ഏതെങ്കിലും ഒന്നേ നജീബിനെ കൊണ്ട് പറ്റൂന്ന് പറഞ്ഞു. അത് തന്നെ എനിക്കും പറയാനുള്ളത്. ഇത് വലിയ തുക വരുന്ന പരിപാടിയാ. വേണമെങ്കിൽ കല്യാണ മണ്ഡപവും പാതി റോഡും ഞാൻ ചെയ്യാം, ബംഗ്ലാവും പാതി റോഡും അയാൾ ചെയ്യട്ടെ. ഞാനൊരു ഐഡിയ പറയാം. ഒന്നുകിൽ കല്യാണ മണ്ഡപവും പകുതി റോഡും അച്യുതൻകുട്ടി ചെയ്യട്ടെ, കാമാക്ഷി ബംഗ്ലാവും. കാമാക്ഷി അല്ല, മീനാക്ഷി. ഏത് യക്ഷിയായാലും ആ ബംഗ്ലാവും പകുതി റോഡും നജീബ് ചെയ്യട്ടെ. അത് തന്നെയല്ലേ അച്ചോട്ടനും പറഞ്ഞത്? ആണല്ലോ, എങ്കിൽ ടേക്ക് ഓക്കെ. എന്റെ അമ്മാവനാ, സിനിമയിൽ വലിയ ക്യാമറമാനാ. നിന്നോട് വിശദീകരണം ചോദിച്ചില്ല. കുഞ്ഞുനാളില് നാഗർകോവിലായിരുന്നപ്പോ എംജിആറിന്റെ കുറെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. നിന്റെ അമ്മയുടെ പേരെന്താ? വസുന്ധര. അയ്യേ, അപ്പൊ അതല്ല. ബാലമ്മാവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ തമിഴും തെലുങ്കും പറയാൻ ഒരാളായ. അങ്ങനെ അറിയാനൊന്നുമില്ല. സത്യം പറഞ്ഞാ മുതലിയാരും അമ്മാവും ഒക്കെ മലയാളീസാ. പിന്നെ അപ്പനപ്പന്മാരായിട്ട് അവിടെ ബിസിനസ് തുടങ്ങിയതുകൊണ്ട് മുതലിയാരന്മാരായി പോയതാ. അപ്പോ നമുക്കിതങ്ങ് ഉറപ്പിക്കാം അല്ലേ? ഇവന്റ് നടത്തേണ്ട സൈറ്റ് വന്ന് കാണണം. ക്ലയന്റിന്റെ ഡിമാൻഡ്സ് അറിഞ്ഞ് ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് ഇട്ട് ഓക്കെ പറഞ്ഞ് എഗ്രിമെന്റ് സൈൻ ചെയ്താലേ ഞങ്ങൾ ഉറപ്പിക്കും. അതിനൊക്കെ ഇവിടെ ദേ ഈ കോശിയുണ്ട്. അപ്പോ പോകുന്ന വഴി നജീബിനെ കണ്ട് എല്ലാം ഫിക്സ് ചെയ്തോട്ടെ. നജീബ് പാതി ഏറ്റാലേ ഞാനുള്ളൂ. ഓക്കെ. അഡ്വാൻസ് എപ്പോഴാ വേണ്ടതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ശരി, വരട്ടെ. എന്തായാലും എന്റെ പ്രാർത്ഥന കേട്ട് പരദൈവങ്ങൾ പറഞ്ഞു വിട്ടത് അയാളാ. നജീബും നീയും വീണ്ടും ഒന്നിച്ചൊരു പരിപാടി ഏറ്റെടുത്തല്ലോ, സമാധാനായി. ഒന്നിച്ചൊന്നുമല്ല, ഈ പരിപാടി ഒറ്റയ്ക്ക് ഏറ്റെടുത്ത് നടത്താൻ കഴിയാഞ്ഞിട്ടുമല്ല. അവൻ ഈ മുറ്റത്ത് വന്നതെന്ന് വെല്ലുവിളിച്ചതുപോലെ എന്റെ മുന്നിലൊന്ന് കിട്ടാൻ വേണ്ടിയാ. നേർക്ക് നേരെ പൊരുതാൻ കിട്ടിയ ഒരു അവസരം ഞാൻ വിടില്ല. അപ്പൊ കോംപ്രമൈസ് ആയതല്ലേ? കോംപ്രമൈസ് അത് ഈ ജന്മത്തുണ്ടാവില്ല അമ്മാവാ. ഇത് ഫയൽ വെച്ചേക്ക്. ശ്രീരാമലിംഗം മുതലിയാർ, മീനാക്ഷി